മലയാളത്തെയും കേരളത്തെയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സൗദി പൗരൻ ഇവിടെയുണ്ട്. മണ്ണാർക്കാട്. അദ്ദേഹം കുറേ നാളായി പാലക്കാടും മലപ്പുറത്തുമൊക്കെയായി വരുന്നു. അവധിക്കാലങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നു. ഏകദേശം 18 വർഷത്തിലധികമായി കേരളത്തോടുള്ള വലിയൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ 8 വർഷം മുൻപ് അതൊന്നും കൂടി ഉറപ്പിക്കാനായി ഇവിടെ നിന്ന് മണ്ണാർക്കാട് നിന്ന് അദ്ദേഹം കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്നു, അവധിക്കാലം ഇവിടെ ചെലവഴിക്കുന്നു. അതിനുശേഷം സൗദിയിൽ പോയി ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു സൗദി പൗരൻ സുൽത്താൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പമാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മണ്ണാർക്കാടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹായ് സുൽത്താൻ. ഹായ്. വണ്ടിക്ക് എന്താണ് പ്രശ്നമുണ്ടോ എന്തെങ്കിലും? ഇല്ല, പ്രശ്നമില്ല. എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്? ഞാൻ ഇപ്പോൾ 18 വർഷം വന്നു നാട്ടിൽ. പോയി വന്നു ഗൾഫ് ശേഷം വരും നാട്ടിൽ. 18 വർഷം മുമ്പ് ഒരു ഫ്രണ്ട് ബ്രിന്തൽമന്ന സലാം മംഗലാത്ത് പറഞ്ഞു, സുൽത്താൻ വാ കേരള നല്ല ഇഷ്ട. ഞാൻ വന്നു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. പക്ഷേ 8 വർഷം കല്യാണം കഴിച്ചു. അൽഹംദുലില്ലാഹ് 2 കുട്ടിയുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഇപ്പോൾ മണ്ണാർക്കാട്. എല്ലാവരും മണ്ണാർക്കാട് നല്ലത്. ഞാൻ ഫെബ്രുവരി പാനി ഗൾഫ് ടീച്ചർ. പക്ഷേ ഞാൻ ലീവ് 2 മാസം കേരള. ഞാൻ ഭാര്യ കുട്ടി എല്ലാവരും വന്നു. ഭാര്യ മലയാളി, കല്യാണം കഴിച്ചു പത്തിക്കാച്ചന്തപുരം. കുറച്ച് ഞാൻ അങ്ങനെ ഭരിച്ചു മലയാളി. കോളേജ് പത്തിക്കാച്ചന്തപുരം ജാമിഅ അൽ ഇസ്ലാമിയ. ടീച്ചറില്ല. ബറൂത്ത മുത്തക്കാരി ബീഫ് കുറേയില്ല. പക്ഷേ ചിക്കൻ കാരി, അല്ലെങ്കിൽ പച്ചക്കാരി, അല്ലെങ്കിൽ കടലക്കാരി, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, അല്ലെങ്കിൽ ബറൂത്ത. ഇത് നല്ല ഭക്ഷണം. ചോറ്, സാമ്പാർ, അച്ചാർ, പപ്പറും നല്ലത്. മലരേ നിന്നീ കാണാതിരുന്നാൽ, അല്ലെങ്കിൽ വേരിസോൺ കാത്തിരുൻ റഹ്മാനി നല്ല സോൺ. അറിയില്ല, കുറേ അറിയില്ല, കുറച്ച്. പക്ഷേ ഞാൻ കിട്ടിയത് സോൺ നല്ലത്. രാത്രി സോൺ യൂട്യൂബ് ഒരു ചായ അമതി. നക്ഷത്രം കണ്ടു, ആകാശം മേഘം അമതി. നല്ല റാഹത്ത്, പരമസുഖം. ഗൂഗിൾ വി എസ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഗൂഗിൾ ഇതിപ്പോൾ മൊത്തത്തില് നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൂടിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം നാട് സൗദിയിലാണ്. എങ്കിലും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളോടും ഒരുപാട് ഇഷ്ടമാണ്. പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നു, ഇവിടുത്തെ ആഹാരത്തെ കുറിച്ച് സംസാരിക്കുന്നു, ഇഷ്ടങ്ങളെ കുറിച്ച് ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സുൽത്താൻ എങ്ങനെയാണ് ഇങ്ങനെ മലയാളക്കരയുമായിട്ട് ചേർന്ന് നിന്നത്? അദ്ദേഹത്തിന്റെ ജീവിതകഥ കൂടി പറയൂ. അതിലെ ഏറ്റവും രസകരമായ കാര്യം, സുൽത്താൻ 18 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഒരു സുഹൃത്ത് വഴിയാണ് കേരളത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ സുൽത്താന് കേരളം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലെ കാലാവസ്ഥ ഇഷ്ടമാണ്, ഭക്ഷണം ഇഷ്ടമാണ്. അപ്പോൾ സുൽത്താന് കേരളം വളരെ ഇഷ്ടമാണ്. അങ്ങനെ അതൊരു ബന്ധത്തിലേക്ക് എത്തി. ഇവിടെ മണ്ണാർക്കാടുള്ള ഒരു സ്വദേശിനിയാണ് സുൽത്താൻ വിവാഹം കഴിച്ചത്. സ്ഥിരം എല്ലാ വർഷവും 2 മാസത്തെ അവധിക്കായിട്ട് സുൽത്താൻ മണ്ണാർക്കാട്ടേക്ക് എത്തും. സാധാരണ അവിടെ ടീച്ചറാണ്, സൗദിയിൽ ടീച്ചറാണ്. ആദ്യം കുടുംബത്തോടൊപ്പം സൗദിയിൽ നിൽക്കും. അതിനുശേഷം വക്കേഷൻ സമയത്ത് അവിടെ അവധിക്കാലം വരുമ്പോൾ കുടുംബത്തോടൊപ്പം ഇങ്ങോട്ട് മണ്ണാർക്കാട്ടേക്ക് ഭാര്യ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് സുൽത്താൻ്റെ ജീവിതം മുഴുവൻ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ അതിന് എന്നെന്നും അതിനോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ സൗദിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ സൗദിയിൽ പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ഈ കൊച്ചു കേരളത്തിലും സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് സുൽത്താൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ഇപ്പോൾ സുൽത്താനെ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അറബി ഇവിടെ മണ്ണാർക്കാടുണ്ട്, അദ്ദേഹം കുറേ വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നൊക്കെ അങ്ങനെയുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. അപ്പോൾ നമുക്കിത് ആരാണ്, അദ്ദേഹത്തിൻ്റെ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു സ്ഥലം, ഈ ഒരു മണ്ണാർക്കാട് ഇന്ന സ്ഥലത്താണ് വീട് എന്നുള്ളത് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു സാധാരണക്കാരനായ ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് ഈ വീട് ചോദിക്കുന്നത് സുൽത്താനോട് തന്നെയാണ്. നമ്മളെവിടെയാണ് ഈ ഇങ്ങനെ ഒരാൾ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ മുറിഞ്ഞ മലയാളത്തിൽ ഇങ്ങനെ ഞാനാണ് അയാൾ എന്ന് പറയുന്നു ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നോക്കുക. അപ്പോൾ
ശരിക്കും പറഞ്ഞാൽ അതൊരു അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ആ പുറത്ത് വെച്ച് കണ്ടപ്പോൾ ഇത് ഒരു അറബി അല്ലെങ്കിൽ സൗദി അറേബ്യ സ്വദേശിയാണ് എന്നൊന്നും നമുക്ക് തോന്നിയതേയില്ല. കാരണം മലയാളികളോട് ഇടപഴകുന്ന പോലെ തന്നെ കൈ കാണിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, പക്ഷേ അവരോട് കുശലം ചോദിക്കുന്നു. അപ്പോൾ സാധാരണ ആ മണ്ണാർക്കാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. വേഷവിധാനം ഏകദേശം അങ്ങനെ തന്നെ, ഒരു ജീൻസും ഒരു ബനിയനും ആയിരുന്നു അപ്പോൾ ഇട്ടിരുന്നത്. അപ്പോൾ ആ സാധാരണ മലയാളി പോലെ തന്നെ നമുക്ക് അപ്പോഴും തോന്നിയുള്ളൂ. അപ്പോൾ അങ്ങനെ കേരളത്തോട് അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് കാലാവസ്ഥ ഇവിടത്തെയും നല്ലതാണ്, സൗദിയിലും നല്ലതാണ്. ശരി ഗോകുൽ, അപ്പോൾ അതൊക്കെയാണ് സുൽത്താന്റെ വിശേഷങ്ങൾ. കേട്ടല്ലോ ഗോകുലി പറഞ്ഞതുപോലെ, നമ്മൾ സുൽത്താന്റെ സംസാരം കേട്ടതുപോലെ നമ്മുടെ മലയാളികളെ എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. സൗദി സ്വദേശിയാണ്, പാലക്കാടിന്റെ മരുമകൻ കൂടിയാണ്. അപ്പോൾ സൗദിയിലെ ആൾക്കാർ, നമ്മുടെ പ്രവാസികൾ, നമ്മുടെ മലയാളികൾ എത്രത്തോളം സൗദി ചെന്ന് ആ നാടിനെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ആ സൗദിയിലെ ഒരാള് നമ്മുടെ മലയാളത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളും അവരെ ചേർത്ത് നിർത്തണ്ടേ. അത് തന്നെയാണ്. എന്തായാലും അവിടെയുള്ള ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഗോകുലാണ് സുൽത്താനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നത്.